Hello friends, welcome to Toppers World. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആണ്. 7ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സെക്കൻഡ് ടേം എക്സാമിനേഷൻ ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാമുകളും അതിന്റെ ആൻസേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം മാത്രം ആൻസറും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡിങ്ങിൽ റീഡ് ദ ഗിവൺ പോയം ആൻഡ് ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു പോയം തന്നിട്ടുണ്ട്. ഈ പോയട്രി വായിച്ചിട്ട് ആൻസർ ദി ഫോളോവിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പോയം ഒന്ന് വായിച്ചു നോക്കുക. പോയട്രി ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വാട്ട് ഈസ് ദ ഓവറോൾ മൂഡ് ഓർ അറ്റ്മോസ്ഫിയർ ഓഫ് ദി പോയം? സെക്കൻഡ്, ഹൂ ആർ ദ പീപ്പിൾ മെൻഷൻഡ് ഇൻ ദി പോയം? തേർഡ്, വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഓർ തീം ഓഫ് ദ പോയം? അതിൽ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ട്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ ജോയ് ഓഫ് ലൈഫ് ആൻഡ് മെറിമെന്റ്, ദ സാഡ്നെസ് ഓഫ് ലോസ്റ്റ് യൂത്ത്. 4, ഫൈൻഡ് ഔട്ട് 1 എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ ഫ്രം ദി പോയം. ഒരു അലിട്രേഷൻ എക്സാമ്പിൾ പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. 5, ഐഡന്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ പോയം. പോയത്തിൽ റൈമിംഗ് സ്കീം എഴുതുക. ഇനി ആക്ടിവിറ്റി 2 നമുക്കുള്ളത് ഡയറി എൻട്രി ആണ്. ഇറ്റ് വാസ് വെരി ഹാപ്പി സമ്മർ വെക്കേഷൻ ഫോർ ടോട്ടോചാൻ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. ഷീ വുഡ് നെവർ ഫർഗെറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ്. ഷീ തോട്ട് ഓഫ് എൻട്രിങ് ഹെർ ഫീലിംഗ്സ് ഇൻ ഹെർ ഡയറി. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ടോട്ടോചാൻ. അപ്പോൾ ടോട്ടോചാൻ്റെ ഡയറി എൻട്രി ആണ്. സമ്മർ വെക്കേഷന് ഫ്രണ്ട്സുമായി പോയതിന് ശേഷമുള്ള ഒരു ഡയറി എൻട്രി എഴുതുക. ആക്ടിവിറ്റി 3 വരുന്നത് ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു സെൽ യുവർ മദേഴ്സ് ഓൾഡ് സ്മാർട്ട് ഫോൺ. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെന്റ് ഫോർ എ ന്യൂസ് പേപ്പർ. യൂസ് ദ ഡീറ്റെയിൽസ് ബിലോ. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പഴയ സ്മാർട്ട് ഫോണ് വിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് അതിൽ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 4 വരുന്നത് ഹിയർ ഈസ് എ പാസേജ് അബൌട്ട് ജാപ്പാനീസ് റൈറ്റർ ടെറ്റ്സുഗോ കുറോയാനാഗി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. എഡിറ്റ് ദം. നമുക്ക് തന്നിരിക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രാമർ മിസ്റ്റേക്ക്. അത് എഡിറ്റ് ചെയ്യണം. ജാപ്പാനീസ് റൈറ്റർ ടെറ്റ്സുഗോ കുറോയാനാഗി ഈസ് ബോൺ ഇൻ August 9, 1933 at Tokyo. She was born for Muritsuwana Kuroyanagi and Cho Kuroyanagi. She completes her education in Keio University and Tokyo College of Music. Activity 5, prepare a brief character sketch of Helen Keller. ഹെലൻ കെല്ലറിന്റെ താഴെ തന്നിരിക്കുന്ന ഹിന്റുകൾ വെച്ചിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുക. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇനി ആൻസർ കീ നോക്കാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി നോക്കുക. ആകെ 5 ആക്ടിവിറ്റീസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആൻസർ കീയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ആക്ടിവിറ്റിയിലെ ആദ്യ ചോദ്യത്തിന്റെ ആൻസർ, ദ ഓവറോൾ മൂഡ് ഓഫ് ദ പോയം ഈസ് വൺ ഓഫ് ജോയ്, മെറിമെന്റ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് ലൈഫ്സ് പ്ലഷേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ, ദ പീപ്പിൾ മെൻഷൻ ഇൻ ദ പോയം ആർ മേരി, സൂസൻ ആൻഡ് എമിലി. തേർഡ് ക്വസ്റ്റ്യനിലെ ആൻസർ വരുന്നത് സി ഓപ്ഷൻ ആണ്, ദ ജോയ് ഓഫ് ലൈഫ് ആൻഡ് മെറിമെന്റ്. ഫോർത്ത്, സിംഗ് ദ സ്വീറ്റ്. ഫിഫ്തിൻ്റെ റൈമിംഗ് സ്കീം വരുന്നത് AABB ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ഡയറി എൻട്രി ഓഫ് ടോട്ടോചാൻ ആണ്. എപ്പോഴും ഒരു ഡേറ്റും ടൈം വേണ്ട, ഡേറ്റും ഡേയും കൊടുക്കുക കേട്ടോ. ഞാനിവിടെ December 17, 2025 ട്യൂസ്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയറി എഴുതുന്ന സമയം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണമെന്നില്ല. ഡിയർ ഡയറി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ആവശ്യമില്ല കേട്ടോ. ഡിയർ ഡയറി എന്നൊന്നും വേണ്ട, ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ എവർ. അവർ സമ്മർ വെക്കേഷൻ ഈസ് സോ മച്ച് ഫൺ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വിസിറ്റഡ് എ ഹോട്ട് സ്പ്രിംഗ് ടുഡേ. ദ വാട്ടർ വാസ് വാം ആൻഡ് മെയ്ഡ് ഓൾ ദ ടയർഡ്നെസ് ഗോ എവേ. വി സ്പ്ലാഷ്ഡ് അറൗണ്ട് ആൻഡ് ലോഫ്ഡ് എ ലോട്ട്. ഐ വിഷ് വി കുഡ് സ്റ്റേ ദർ ഫോർ എവർ. ഐ വിൽ നെവർ ഫർഗെറ്റ് ദിസ് അമേസിംഗ് ഡേ വിത്ത് എവ്രി വൺ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡയറി എൻട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ആക്ടിവിറ്റി 3 നമുക്കൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് ഫോർ സെയിൽ എന്ന് കൊടുത്തു. എന്താണ്? യൂസ്ഡ് സ്മാർട്ട് ഫോൺ. ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ ആണ്. സെല്ലിംഗ് എ ജെന്റ്ലി യൂസ്ഡ് സ്മാർട്ട് ഫോൺ വിത്ത് എക്സലൻറ്റ് ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സൊക്കെ കൊടുക്കുക. വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി, 12 GB റാം, ലൈറ്റ് വെയ്റ്റ്, ബ്ലാക്ക് കളർ. പ്രൈസ് എത്രയാ? 20,000 രൂപ, 20,000. കോണ്ടാക്ട് ഫോർ ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കുക? ഒരു മൊബൈൽ നമ്പർ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. ഒരു 10 നമ്പർ വരുന്ന എന്തെങ്കിലും ഒരു നമ്പർ മൊബൈൽ നമ്പറായിട്ട് കൊടുത്തോളൂ. ആക്ടിവിറ്റി 4 നമുക്ക് ഗ്രാമർ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം വാസ് ആണ്.
then on, then it, was, on, in, to, completed. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആക്ടിവിറ്റി 4 ഏതാണെന്ന് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആക്ടിവിറ്റി 4 കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ ഈസിൻ്റെ അവിടെ, ഇന്നിൻ്റെ അവിടെ, അറ്റ്, 4 കംപ്ലീറ്റ്സ്, ഈ ഓർഡറിൽ തന്നെയാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, വാസ്, ഓൺ, ഇന്ന്, ടു, കംപ്ലീറ്റഡ്, ആ ഓർഡറിൽ തന്നെയാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. അടുത്തത് നമുക്ക് വരുന്നത് പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹെലൻ കെല്ലർ ആണ്. ഹെലൻ കെല്ലറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. Helen Keller's extraordinary life began with a severe illness in her early childhood that left her both deaf and blind. This profound loss of senses created significant communication barriers and isolation. A pivotal turning point came with the arrival of her teacher, Annie Sullivan. Sullivan taught Keller to associate words with objects through tactile sign language, famously starting with the word water at a bump. This breakthrough ignited Keller's determination to learn to read, write, and communicate despite her disabilities. Her formal education started at the Perkins School for the Blind, and she later achieved a significant milestone by graduating from Radcliffe College. Throughout her life, Helen Keller was a fierce advocate, fighting tirelessly for the rights and inclusion of people with disabilities, proving that physical limitation do not define one's potential or impact on the world. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത്, അവർക്കൊരു ഇൽനെസ് ഉണ്ട് അല്ലേ, അവർക്ക് കണ്ണ് കാണില്ല, അതുപോലെ തന്നെ എന്തും ഇല്ല, ഒരു ഡംപ് ആൻഡ് ഡഫാണ്, ചെവിയും കേൾക്കില്ല അല്ലേ, ബ്ലൈൻഡ് ആണ്, ഡഫാണ്. അപ്പോൾ അവർ അത്രയും ബുദ്ധിമുട്ടിയിട്ട് ദിസ് പ്രൊഫൗണ്ട് ലോസ് ഓഫ് സെൻസസ്, രണ്ട് കാര്യങ്ങൾ അവർക്കില്ല. അപ്പോൾ ഈ സെൻസസ് ഇല്ലാതെ പോലും അവരെന്ത് ചെയ്തു, ക്രിയേറ്റഡ് സിഗ്നിഫിക്കൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ബാരിയർ, അതായത് നമ്മൾ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമുക്ക്, അതെല്ലാം മാറ്റി നിർത്തി അവർ മുന്നോട്ട് വന്നു അല്ലേ. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു, അവരുടെ ടീച്ചർ ആനി സള്ളിവനെ മീറ്റ് ചെയ്യുന്നതായിരുന്നു. സള്ളിവൻ അവരോട് ടോക്ക് ചെയ്തു, വേർഡ്സിനെയും ഒബ്ജക്ട്സിനെയും ഒക്കെ തൊട്ടുകൊണ്ട്, ടാക്ടൈൽ സൈൻ ഉണ്ടല്ലേ, സൈൻ ലാംഗ്വേജിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവർ ഫേമസ്ലി ആദ്യം വാട്ടർ എന്ന വേർഡ് അവർ ലേൺ ചെയ്തു. ഇത് അവരുടെ ബ്രേക്ക് ത്രൂ ആയിരുന്നു അവരുടെ ലൈഫിൽ. പിന്നീട് അവരുടെ ഡിറ്റർമിനേഷനാണ്, എങ്ങനെയെങ്കിലും വായിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം, അവരുടെ ഡിസബിലിറ്റീസിനെയൊക്കെ മറികടക്കണം എന്നുള്ളത് അവരുടെ ഒരു ദൃഢനിശ്ചയമായിരുന്നു. അങ്ങനെ അവർ പെർക്കിൻസ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ ചേർന്ന് അവിടെ നിന്നായിരുന്നു അവർ പിന്നീട് ഗ്രാജുവേഷനും, റാഡ്ക്ലിഫ് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ അവർ പൊരുതി മുന്നോട്ട് വന്നതാണ്. ഒരു ഡിസബിലിറ്റീസ് ഉണ്ടായിട്ട് പോലും അവരുടെ ഫിസിക്കൽ ലിമിറ്റേഷനെ മറികടന്നുകൊണ്ട് ലോകത്തിന് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ലേഡിയാണ് ഈ ഹെലൻ കെല്ലർ അല്ലേ. നമുക്കെല്ലാം മാതൃകയാണ് അവർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ കീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.